പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ഈ ഗർഭം പോലുള്ള ഒരു കാര്യം, പ്രഗ്നൻസി പോലുള്ള ഒരു കാര്യം പട്ട പകൽ ആൾക്കാരുടെ മുഖത്ത് നോക്കി ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യം എവിടെ നിന്നുണ്ടായാലും ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ഇപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ നയൻതാര പ്രസവിച്ചു കുട്ടികളുണ്ട് രണ്ടുപേർക്കും. പക്ഷെ നയൻതാര പ്രസവിച്ച കുട്ടികളാണോ? അല്ല, അവര് സർവീസ് വഴിയാണ് കുട്ടികൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഒരു ഗർഭിണിയായിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരു ഗർഭിണിയായിട്ട് ഒരു കോണ്ടന്റ് ചെയ്യുന്നത് എത്രയോ പേര് ചെയ്യുന്നുണ്ട് ഇവിടെ, ഗർഭിണിയായിട്ട് കോണ്ടന്റുകള്. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഞാൻ വേണമെങ്കിൽ നാളെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി പോവായിരുന്നു. കാരണം അതൊരു കോണ്ടന്റ് ആയിട്ട് മാത്രം. ബയോളജിയിൽ നിങ്ങൾ ചിന്തിക്കാമല്ലോ നിങ്ങൾക്ക്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സിലുള്ള തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ജാസി അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കുമായിട്ട് കുരിനെടുത്ത് നടക്കില്ല. എന്തോ താങ്കളുടെ സർജറിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയോ കുറെ കൺഫ്യൂഷൻസ് ആൾക്കാർ പറയുന്നു. സർജറി നടന്നു പറയുന്നു, ചിലർ പറയുന്നു ഇപ്പോഴും പൂർണ്ണമായും പുരുഷനാണെന്ന് പറയുന്നു. പറയുന്നു ഇല്ല, പകുതി സർജറി ചെയ്തിട്ടുള്ളൂ, ഇനിയും സർജറീസ് ബാക്കിയുണ്ട്, വേഷം കെട്ടി മാത്രം നടക്കുന്ന ഒരാളാണ് ജാസി എന്നും പറയുന്നുണ്ട്. ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്, നിനക്ക് അതേ പറ്റൂ. ചോദിക്കുന്ന ആൾക്കാരോട് ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. എന്റെ ശരീരമാണ്, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം. മനുഷ്യനെ പണിയെടുത്ത് ജീവിക്കാനും സാധിക്കില്ല. ഇത് നിങ്ങൾ പറയുന്ന പോലെ ഈ വെള്ളപ്പങ്ങാടിയില് എന്താണ് അപ്പണ്ടാക്കണോ ടെൻ ടീം ടീം എന്നുള്ള പരിപാടിയല്ല ഇത്. വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. പൊതുവെ ഹെൽനോസ് പാർട്ടി ഞാൻ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ നായി പരമാറി പരപ്പു ബെസ്റ്റ്. അവൾക്കൊരു ദേഷ്യം വരാൻ കാരണം 1 മില്യൺ ഉള്ള ഒരു കുട്ടി ഞാൻ ഇത് തുറന്ന് കാണിച്ചു കൊടുത്തു. ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസുറും പുളിയില്ലാത്തവനെ. അല്ല, അത് ഹെൽനോസ്പാർട്ടക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി വന്ന് ലൈവിൽ പറഞ്ഞത്. അതെ, അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് എഴുന്നേറ്റ് തുണിപ്പൊക്കി കാണിച്ചു. ആണല്ലോ. അവൾ പുറത്തായിരുന്നു. അവൾ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് എന്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തത്. അപ്പൊ അതിനൊരു തീരുമാനമായി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പൊക്കി കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാൻ എന്റെ ബട്ടൺസ് ഊരിയിട്ട് ഞാൻ ഓപ്പൺ നൈറ്റ് ആ സമയത്ത് സർജറി കഴിയുമ്പോഴാണ് പറ്റത്തുള്ളൂ. അപ്പൊ ഓപ്പൺ നൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന ഒരു കമന്റ് ആണ് ഞാൻ എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു. അങ്ങനത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം ഇതാണ്. അങ്ങനത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം ഇതാണ്. കാരണം അത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചില്ലത്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. ഐ എൻജോയ്ഡ് എ ലോട്ട്. ഒടുക്കത്തടിയായി പോയി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.